നന്നായി ശ്വസിക്കണം. നമ്മളെല്ലാവരും നന്നായിട്ട് ശ്വസിക്കുന്നില്ലേ? അല്ലേ? എല്ലാവരും നന്നായിട്ട് ശ്വസിക്കുന്നുണ്ടോ? ശ്വസിച്ചാൽ കടക്കുന്ന വായു ശരീരത്തിന് ആവശ്യമുള്ള അത്ര ഉണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കുമോ? പക്ഷേ നമ്മുടെ ശ്വസനം നമ്മളുടെ ആരോഗ്യ ജീവിതത്തിന് തികയുന്നതല്ല എന്നുള്ളതാണ് സത്യം. ശ്വസിച്ചാൽ കിട്ടുന്ന വായുവിൻ്റെ ക്വാളിറ്റിയും പോയി, ശ്വാസത്തിൻ്റെ ക്വാണ്ടിറ്റിയും കുറഞ്ഞു. നിങ്ങൾ അറിയാതെ പോലും നിങ്ങളുടെ ശ്വസനത്തിൽ കൂടുതൽ വായു ഉൾക്കൊള്ളുന്ന രീതിയിലേക്ക് ബലം പ്രയോഗിച്ചല്ല, അറിയാതെ ശ്വസിക്കുമ്പോഴും കടക്കുന്ന വായു കടക്കേണ്ടതിൻ്റെ പകുതിയുള്ളെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ ഡിമ്മടിച്ച് കരുവാളിച്ച് ശ്വസന രോഗങ്ങൾ, ദഹന രോഗങ്ങൾ, കരളൊക്കെ അതുവഴി ഉണ്ടാകും. അപ്പോൾ നിങ്ങളുടെ ശ്വാസകോശത്തിൻ്റെ ഒരു കപ്പാസിറ്റി എന്താണ് എന്നുകൂടെ നിങ്ങൾ മനസ്സിലാക്കണം. അതിനനുസരിച്ച് വ്യായാമം അല്ലെങ്കിൽ കൃഷിപ്പണി അല്ലെങ്കിൽ ഏതെങ്കിലും അധ്വാനം നിങ്ങൾക്കുണ്ടാവണം. കോഴിക്കോട് ടൗൺ ഹാളിൽ രോഗങ്ങളില്ലാതെ ജീവിക്കുന്നവരുടെ ആനന്ദ സംഗമം ഈ വരുന്ന വ്യാഴാഴ്ച 2025 നവംബർ 20 വ്യാഴാഴ്ച രാവിലെ 9 മണി മുതൽ വൈകിട്ട് 7 മണി വരെ. നിത്യ യൗവനത്തിന്റെ പ്രകൃതി രീതികൾ എന്നോടൊപ്പം ഡോക്ടർ MC സൗമ്യയും VK ശശിഭൂഷൺ മാസ്റ്ററും നിങ്ങളോട് സംസാരിക്കും. മലയാളത്തിന്റെ പ്രശസ്തനായ സാഹിത്യകാരൻ കൽപ്പറ്റ നാരായണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. ഹുസൈൻ മടവൂർ മുഖ്യാതിഥിയാകും. നിങ്ങളും വരണം. രോഗങ്ങളില്ലാതെ ജീവിക്കുന്ന നൂറുകണക്കിന് കുടുംബങ്ങളെ സംഭാവന ചെയ്ത നേച്ചർ ലൈഫിൻ്റെ ഈ രജത ജൂബിലി ആഘോഷത്തിൽ പങ്കെടുത്ത് രോഗങ്ങളില്ലാതെ ജീവിക്കാൻ കഴിയുന്ന, നവയൗവനത്തോടെ ജീവിക്കാൻ കഴിയുന്ന പ്രകൃതി രഹസ്യങ്ങൾ സ്വാംശീകരിക്കണം. നമുക്ക് വീണ്ടും കാണാനും പരിചയപ്പെടാനും കൂടെ ഒരവസരമാണ്. സുഹൃത്തുക്കളോടൊപ്പം കുടുംബാംഗങ്ങളോടൊപ്പം വരണം. വരുന്ന വിവരത്തിന് ഒരു മെസ്സേജ് ഞങ്ങൾക്ക് തരണം. 9496044523. മറ്റൊരു നമ്പർ കൂടിയുണ്ട്, 9496044525. നമുക്ക് വീണ്ടും കാണാം. യോഗ ചെയ്യാൻ ഭാഗ്യമുള്ളവർ, യോഗമുള്ളവർ യോഗ ചെയ്യണം, പ്രാണായാമം എടുക്കണം. അല്ലായെങ്കിൽ പണ്ട് നമ്മുടെ വീട്ടമ്മമാർക്ക് എന്തിനാ യോഗ? അരച്ച്, തുണി അലക്കി, നെല്ലുകുത്തി, കപ്പി, കിണറ്റിൽ നിന്ന് വെള്ളം കോരി, നല്ല ശ്വസനം, നല്ല വ്യായാമം, നല്ല കരുത്തുണ്ടായിരുന്നു. ഇപ്പോൾ വെള്ളം സ്വിച്ച് കൊണ്ടുപോയി ഇടും, അതാണ് അധ്വാനം. വെള്ളം തന്നെ മോട്ടർ അടിച്ച് കയറും. തുണി അലക്കാൻ മെഷീനുണ്ട്, അരക്കാൻ അരകല്ലുണ്ട്, മിക്സിയുണ്ട്. ആകെ അലക്കല് വായിട്ടലക്കല് മാത്രം, വേറെ അലക്കലും ഇല്ല. ഉണ്ട് അധ്വാനം, ശരിയായ ശ്വസനം, അത് മനസ്സിലാക്കണം. നിങ്ങളുടെ സെൽ വോൾട്ടേജ്, മനുഷ്യ ശരീരത്തിൻ്റെ വോൾട്ടേജ്, കോശത്തിൻ്റെ വോൾട്ടേജ് നിങ്ങൾ നെറ്റിൽ നോക്കണം. ശരീരത്തിന് മൊത്തം എത്ര കോശങ്ങളുണ്ട്, അതിൻ്റെ എല്ലാം കൂടിയുള്ള വോൾട്ടേജ് എത്രയാണ്, ഈ വോൾട്ടേജ് ഡിമ്മടിച്ചാൽ എന്ത് പറ്റും? കറക്റ്റ് ചെയ്യേണ്ടത്, ആരോഗ്യത്തിന് കറക്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ വോൾട്ടേജാണ്. ആ വോൾട്ടേജ് കുറയ്ക്കുന്ന ഭക്ഷണ സാധനങ്ങൾ കഴിക്കരുത്. ആ വോൾട്ടേജ് കൂട്ടുന്ന ഭക്ഷണം ഏതാണ്? പഴങ്ങൾക്ക് ഫ്രഷായിരിക്കുമ്പോൾ -100 മില്ലി വോൾട്ടേജ് ടു 200 മില്ലി വോൾട്ടേജ് ആണ്. പഴങ്ങൾ നമ്മൾ വേറെ രീതിയിൽ കാണണം. തക്കാളി എടുത്ത് മണ്ണിലിട്ടാൽ മുളച്ച് വരും, വയറ്റിലേക്ക് ഇട്ടാൽ മുളച്ച് തലയിൽ തക്കാളിപ്പൂവൊക്കെ വിടർന്ന് ആ മുളയ്ക്കാനുള്ള ജീവശക്തി നമ്മുടെ ജീവന് കിട്ടും. അതുകൊണ്ടാണ് ഞങ്ങൾ വേവിക്കാത്ത ഭക്ഷണം കഴിക്കണം, മുറിച്ചാൽ ഉടനെ കഴിക്കണം, കടിച്ചു പറിച്ച് തിന്നാവുന്നത് കടിച്ചു പറിച്ച് തിന്നണം. പഴങ്ങൾ ജീവൻ്റെ ചെപ്പുകളാണ്, ആ ജീവൻ നമ്മുടെ ഉള്ളിലേക്ക് ഇട്ടുകൊടുക്കലാണ്. അതുകൊണ്ടാണ് മറ്റൊരിടത്തും കിട്ടാത്ത രോഗമാറ്റം വയ്യാണ്ട് മരണം വിധിച്ച ചീട്ടുമായി വരുന്നവർക്ക് പോലും പ്രകൃതി നൽകുന്നത്. ഞങ്ങളുടെ കഴിവൊന്നുമല്ല, ഞങ്ങൾ വഴി ചൂണ്ടി കൊടുക്കുന്നതേ ഉള്ളൂ. ഇവിടെ വന്നുള്ള ഒരാൾ രക്ഷപ്പെട്ടാൽ അത് ഞങ്ങളുടെ കഴിവല്ല, രക്ഷപ്പെടാതെ പോയാൽ ഞങ്ങളുടെ കുഴപ്പവുമല്ല. അയാളുടെ പ്രാണശക്തിയെ ഉണർത്താൻ കഴിഞ്ഞു, ബാക്കിയുണ്ടായിരുന്നു. മണ്ണെണ്ണ തീർന്നപ്പോൾ വിളക്ക് കെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. മണ്ണെണ്ണ ഉണ്ടെങ്കിൽ കരി പിടിച്ച് തുടച്ചു കൊടുത്താൽ മതി, നല്ല വെളിച്ചം കിട്ടും. അതുകൊണ്ട് 2 ആഴ്ച മാറ്റി വയ്ക്കുക. ഇതൊന്ന് പഠിച്ചെടുത്താൽ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെട്ടു, നിങ്ങളുടെ കുടുംബം രക്ഷപ്പെട്ടു. 27-ന് നിങ്ങൾ വരണം. ഒരു 8 പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ ക്ലാസ്സുകൾ കേൾക്കണം. അപ്പോഴേ നിങ്ങൾക്കിതിലേക്ക് ചിന്ത ഇതിൽ ഉറയ്ക്കുകയുള്ളൂ. ചെയ്തു നോക്കണം, പരീക്ഷിച്ച് നോക്കണം. ഫലം ഉറപ്പാണ്, ഗ്യാരൻറ്റീഡാണ്. എന്നിട്ട് ശരിയല്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ മാറിക്കോളൂ, വഴി മാറിക്കോളൂ. അപ്പോൾ 27 തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക്
തിരുവനന്തപുരത്ത് തൈക്കാട് മ്യൂസിക് കോളേജിൻ്റെ മുന്നിലാണ് ഗാന്ധി ഭവൻ. അവിടെയാണ് നമ്മുടെ ഏകദിന പരിപാടി. അതൊരാഘോഷവും കൂടിയാണ്. മാരക രോഗങ്ങൾ മാറിപ്പോയ നിരവധി ആളുകൾ നിങ്ങൾക്ക് കാണാം. പിന്നെ നമ്മുടെ പ്രകൃതി ഭക്ഷണം അവിടുത്തെ ഹോട്ടലും ആസ്വദിക്കാം. കഴിയുന്നത്ര സുഹൃത്തുക്കളായിട്ട് വരണം. നിങ്ങൾ എത്ര പേരെ കൊണ്ടുവരുമോ എന്നുള്ളത് നേരത്തെ ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു ഭക്ഷണം തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഇതൊരു ജനകീയമായ ആരോഗ്യ പ്രവർത്തനമാണ്. നിങ്ങളും കൂടെ ഞങ്ങളോടൊപ്പം ഇല്ല എങ്കിൽ ഞങ്ങളെ അവർ ഏത് നേരത്ത് തീർത്ത് കളയുമോ എന്നുള്ളതാണ് അവസ്ഥ. അതുകൊണ്ട് നിങ്ങളുടെ ഒരു ജനകീയ ശക്തി നമുക്ക് ഉണ്ടായേ പറ്റൂ. നന്ദി, നമസ്കാരം.